സെന്റ് ആന്റണീസ് ചർച്ച് പാരിഷ് ഫാമിലി ഫെലോഷിപ്പ് വാർഷികത്തോടനുബന്ധിച്ച് സെന്റ് ഡൊമിനിക് സാവിയോ ഫാമിലി യൂണിറ്റ് അവതരിപ്പിക്കുന്ന നാടകം കാണുവാനെത്തിയ നിങ്ങൾക്കേവർക്കും സെന്റ് ഡൊമിനിക് സാവിയോ ഫാമിലി യൂണിറ്റിന്റെ സ്നേഹസ്വാഗതം. നാടകം കാണുവാനെത്തിയ ഏവർക്കും ഞങ്ങൾ സ്നേഹമറിയിക്കുന്നു. ഇടവക വികാരി റവറൻഡ് ഫാദർ ഷനു മൂഞ്ഞേലി അവർക്ക് സെന്റ് ഡൊമിനിക് സാവിയോ ഫാമിലി യൂണിറ്റിന്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാടകം ആരംഭിക്കുന്നു. മൂന്നാം നാൾ. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും: ജെയിംസ് ആന്റണി പുല്ലുപറമ്പിൽ, റാണി മരിയ ബിൻസി, എബി ജിബിൻ ജിജോ, ജോബിൻ റോബിൻ തോമസ്, ലോനപ്പൻ ഷാജി നെറ്റിക്കാടൻ, അവതാരക മിനു ജോളി, മെർലിൻ ജോസ്ന ജോർജ്, ത്രേസ്യ ബിന്ദു സോണി, ചാൾസ് റെനി സണ്ണി, സഹദേവൻ ജോയൽ ജോസ്മോൻ, SI ജോമോൻ വണ്ടാളക്കുന്നേൽ, ജയിൽ സൂപ്രണ്ട് ജോഷുവ ജോസ്മോൻ. അണിയറയിൽ റോക്കി കല്ലറയ്ക്കൽ, ലിൻഡ നിതീഷ്, ലിസി ജിജോ, സഹദേവൻ ഉളിയന്നൂർ, നസീർ മാടവന, ശ്രീകുമാർ മാരാത്ത്, KPAC സജീവ് മാടവന. ഗ്ലോബൽ വിഷൻ ചാനലിന്റെ അനുഭവങ്ങൾ സന്ദേശങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വീടുകളുടെ ഇഷ്ട ചാനലായ ഗ്ലോബൽ വിഷന്റെ 10ാം വാർഷികത്തിൽ ഞങ്ങൾ അനുഭവങ്ങൾ സന്ദേശങ്ങൾ എന്ന ഈ പുതിയ പ്രോഗ്രാമിന്റെ പ്രഥമ എപ്പിസോഡ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതെ, ചിലരുടെ ജീവിതാനുഭവങ്ങൾ അവർ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അത് ഈ സമൂഹത്തിനുള്ള വലിയ സന്ദേശങ്ങളാണ്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് 2 അതിഥികളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ആദ്യമായി റാണി ജെയിംസ് എന്ന വീട്ടമ്മയെ അവരുടെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗ്ലോബൽ വിഷന്റെ ഈ ഫ്ലോറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റാണി ജെയിംസ്. പ്ലീസ്. പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു വലിയ കാലം കടന്നാണ് റാണി ജെയിംസ് എന്ന വീട്ടമ്മ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് നമ്മുടെ 2ാമത്തെ അതിഥിയെ കൂടി നമുക്ക് ക്ഷണിക്കാം. അത്ലറ്റിക്സിൽ ഏഷ്യൻ റെക്കോർഡുകൾ പലവട്ടം തകർക്കുകയും വരുന്ന ഒളിമ്പിക്സിൽ രാജ്യത്തിന്റെ മെഡൽ പ്രതീക്ഷയുമായിരുന്ന ജോബിൻ ജോർജാണ് നമ്മുടെ അടുത്ത അതിഥി. ജോബിൻ ജോർജിനെ ഗ്ലോബൽ വിഷന്റെ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് രാജ്യത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലറ്റായിരുന്നു താങ്കൾ. 100 മീറ്റർ റേസിൽ ഗോൾഡ് മെഡൽ പ്രതീക്ഷ. പക്ഷേ വിധി താങ്കളുടെ ജീവിതം ഈ ക്രച്ചസിലാക്കി. വിധിയല്ല മാഡം എനിക്ക് ക്രച്ചസ് എന്നത്, ലഹരിയിൽ ജീവിതം ആഘോഷിച്ച നെറികെട്ട ഒരുത്തന്റെ ക്രൂരത. മാസങ്ങൾ നീണ്ട ക്യാമ്പിനിടയിൽ പൊന്നുമോനെ നിന്നെ ഒന്ന് കാണാൻ കൊതിയാകുന്നടാ എന്ന് മമ്മ എൻ്റെ ഫോണിൽ കരഞ്ഞു പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നതാ. പിന്നെ തിരിച്ചു പോകേണ്ടി വന്നില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങളാണതെന്നറിയാം. എന്നാലും എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ജോബിനൊന്ന് പറയാമോ? പറഞ്ഞല്ലോ, ഈ ക്രിസ്മസിനെങ്കിലും എന്നൊറ്റയ്ക്കാക്കല്ലേ എന്ന് മമ്മ പറഞ്ഞപ്പോൾ
വരാതിരിക്കാൻ പറ്റിയില്ല. ക്രിസ്മസ് തലേന്ന് ഏറെ വൈകിയ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. പക്ഷേ ഞാൻ വീട്ടിലെത്തിയില്ല. പാഞ്ഞു വന്നൊരു കാർ എനിക്ക് ഓർമ്മയുണ്ട്. നിയന്ത്രണമില്ലാതെ എൻ്റെ നേരെ വന്ന കാർ എൻ്റെ ഇടത് കാലും കൊണ്ടുപോയി. അത് ഓടിച്ചിരുന്നത് എന്റെ മോനാ. ഓടിക്കുകയല്ലായിരുന്നു, ലഹരിയുടെ ഉന്മാദത്തിൽ അവനത് പറത്തുകയായിരുന്നു. കാല് പോയതിലല്ല സങ്കടം, ഞാൻ വിളിച്ചു വരുത്തിയാണല്ലോടാ നിന്റെ ജീവിതം ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ് ചങ്ക് കീറിക്കറിയുന്നത് എൻ്റെ പമ്പയും ഓർക്കുമ്പോഴാ. നമ്മുടെ ഇന്നത്തെ അതിഥികളുടെ ജീവിതങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അതിലേക്ക് വരും മുന്നേ ഒരു ഷോർട്ട് ബ്രേക്ക്. ആൻഡോ, വിഷ്വൽ ബ്രേക്ക് ചെയ്തോ. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? മോനെ, തെറ്റുപറ്റിപ്പോയി. എൻ്റെ മോന് പൊറുക്കണം. ഒരമ്മയുടെ അപേക്ഷയാ. എനിക്കുമുണ്ട് ഒരമ്മ. എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു പാവം. പറഞ്ഞല്ലോ മകന് തെറ്റുപറ്റിയതാണെന്ന്. അവൻ്റെ തെറ്റുകൾക്ക് ജന്മം നൽകിയ നിങ്ങൾക്കും ഉത്തരവാദിത്തമില്ലേ? അടുത്ത ഊഴം നിങ്ങളുടേതാണല്ലോ. പറയുമല്ലോ നിങ്ങൾ എവിടെയാണ് അവന് തെറ്റിയതെന്ന്, അതിൽ നിങ്ങൾക്കുള്ള പങ്കെന്താണെന്ന്. ആൻറ്റി, അവനെക്കുറിച്ച് പറയാൻ പോവല്ലേ? എൻ്റെ പ്രിയ കൂട്ടുകാരൻ എബിയെക്കുറിച്ച് എനിക്കും കേൾക്കണം. അത് മകന് വേണ്ടി ഒരമ്മയുടെ ന്യായീകരണങ്ങളായിരിക്കുമോ, അതോ ഒന്നും മറയ്ക്കാതെ ഒരു ഏറ്റുപറച്ചിലോ? അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചും ആൻറ്റി പറയുമല്ലേ? ആൻറ്റിയുടെ മകൻ്റെ കൈകൊണ്ട് മരിച്ച ഈ എന്നെക്കുറിച്ചും. ഏതൊരു സാധാരണ വീട് പോലെ തന്നെയായിരുന്നു എൻ്റെയും വീട്. ഞാൻ, ജെയിംസ്, ഞങ്ങളുടെ മകൻ എബി. ജെയിംസ് ഒത്തിരി വർഷമായി വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ എബിയുടെ എല്ലാ കാര്യത്തിലും ഞാനായിരുന്നു ഒപ്പം. പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ. ജെയിംസ് അവധിക്ക് നാട്ടിലെത്തുന്ന ഓരോ ദിവസങ്ങളും ആഘോഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ.
എടാ എബിയേ, മതിയടാ വീർപ്പിച്ചത്. ഇതെന്താ കൊച്ചു പിള്ളേരുടെ പിറന്നാളൊന്നും അല്ലല്ലോ ഇങ്ങനെ വീർപ്പിച്ച് കേട്ടാൻ. പപ്പ അറിയാതെയാ ഞാൻ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നേ. പപ്പയെ ഒന്ന് ഞെട്ടിക്കണം. പപ്പയെ ഞെട്ടിക്കാനാണെങ്കിൽ ഈ ബലൂണൊന്നും അങ്ങോട്ട് കൊത്തിപ്പൊട്ടിച്ചാ പോരെ. ഓ, എന്തൊരു കോമഡി. ചളി ചളി. നിന്റെ അപ്പൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആടാ? 47. നിനക്ക് എത്ര വയസ്സായി? 22 നടപ്പ. അതെന്നാ 21 വരെ നീ കിടപ്പായിരുന്ന? ആ അങ്കിളെ, വെറുതെ അല്ല നാട്ടുകാർ നിങ്ങളെ ചളീന്ന് വിളിക്കണേ. അല്ല, എന്നിട്ട് എവിടെടാ നിന്റെ അപ്പൻ? പറഞ്ഞല്ലോ, അവര് പള്ളിയിൽ പോയേക്കുവാ. ഇന്ന് വല്യപ്പച്ചന്റെ ഓർമ്മ ദിവസം കൂടിയാ. അപ്പം നീ എന്നാ പോകാത്ത? നിനക്ക് വല്യപ്പനെ ഓർക്കണ്ടേ? ഞാൻ പോകുന്നുണ്ട്, ഇതൊന്ന് കഴിഞ്ഞിട്ട്. അക്കാര്യത്തിൽ നിന്റെ അപ്പൻ നമ്പർ 1. ജീവിച്ചിരുന്ന കാലത്ത് അപ്പനെയും അമ്മനെയും പൊന്നുപോലെയാ നോക്കിയത്. ഞാനും എൻ്റെ അപ്പനെ പൊന്നുപോലെ നോക്കും. നോക്കണം. കാരണം നീ എന്ന് പറഞ്ഞാൽ അവന് പ്രാണനാ. അല്ലാതെ എൻ്റെ മോനെയും മരുമോളെയും പോലെ അപ്പനെ വൃദ്ധസദനത്തിലാക്കാനുള്ള ഗ്യാപ്പ് നോക്കിയിരിക്കരുത്. ആ പപ്പയും അമ്മയാ. അങ്കിൾ ഒന്ന് അങ്ങോട്ട് മാറിയുന്നോ? ആ ആ ആ, ആയിക്കോട്ടെ. എന്നാടാ നീ വഴി തടഞ്ഞേക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ പപ്പ. ആഹാ, നീ പൊളിച്ചല്ല. ഞെട്ടിയില്ലേ? എന്തിന്? ഞാൻ ഓർത്തില്ല. പക്ഷേ മമ്മ എന്നോട് ഇന്നലെ പറഞ്ഞു. ഓ, കണ്ടോടാ, നിന്റെ അപ്പനെ ഞെട്ടിക്കാൻ ഇതേ പറ്റൂ. അങ്കിളിനെ കണ്ടിട്ടാ ഞാൻ ഞെട്ടിയത്. അതെന്ത് വർത്താനടാ? ഞാൻ നാട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ അങ്കിൾ എന്നും വരുമായിരുന്നു. പിന്നെ കണ്ടില്ല. നീ വന്ന സമയത്ത് സ്കോച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ തീർന്നില്ലേ? എടാ ജെയിംസേ, ചെക്കൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയതാ. സംഭവം പാളി. ഹേയ്, ഇവന്റെ സ്നേഹമല്ലേ ഞാൻ ഈ ഒരുക്കങ്ങളിൽ കാണുന്നത്, അല്ലേടാ? കേക്ക് അടിപൊളിയായിട്ടുണ്ട്. എന്നാ പിന്നെ ഇതങ്ങോട്ട് മുറിച്ചാലോചിച്ചായ? കണ്ടം തുണ്ടങ്ങോട്ട് വെട്ട്. ചെക്കൻ്റെ ചമ്മല് മാറട്ടെ. അതെ, നിക്ക് നിക്ക്, ഞങ്ങളും കൂടി വന്നോട്ടെ. ആ ത്രേസ്യേച്ചി, വാ വാ വാ. ഇതെന്താ ഇവള് പതുങ്ങി നിൽക്കുന്നേ? മെർലിൻ, വാ മോളെ. ഇവക്കെന്തോ സംശയം കമ്പ്യൂട്ടറില്. ഓ, എബിനോട് ചോദിക്കാന്നും പറഞ്ഞ് രാവിലെ തുടങ്ങിയതാ. ഒറ്റയ്ക്ക് വരാൻ മടി. അതെന്താ, നീ ഞങ്ങളുടെ കുട്ടിയല്ലേ? വാ. നിങ്ങൾ വന്ന സമയം നന്നായി. അയൽക്കാരില്ലാതെ എന്താ ആഘോഷം അല്ലേടെ എബിക്കൂട്ട? ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. ആഹാ, മോൾക്കറിയായിരുന്നോ? ആ, ഇത് പ്ലാനിങ്ങാ. കൃത്യസമയത്ത് സംശയം തോന്നലും അത് തീർക്കാൻ ഒരു വരവും. കർത്താവേ, ശരിയാണല്ലോ. ആ, നിങ്ങൾ തള്ളേണെന്നും പറഞ്ഞ അങ്ങോട്ട് നടന്നാ. ഒന്ന് ചുമ്മാതിരിയങ്ങളെ. കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് കളിച്ച് നടന്നവരാ ഇവര്. ഇവർക്കിടയിൽ ഒരു രഹസ്യങ്ങളുമില്ല, അല്ലേ മക്കളെ? പപ്പ അങ്ങോട്ട് ചാമ്പട ജെയിംസേ. എൻ്റെ എല്ലാമെല്ലാമായ പപ്പയ്ക്ക് ജന്മദിനാശംസകൾ. ഇവനെ ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസാ ഞാൻ അർപ്പിക്കുന്നു.
അതായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ ഓരോ നിമിഷവും ശ്വാസവും അവന് വേണ്ടിയായിരുന്നു. ലീവ് കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഒന്നിനെ പോലെ ഇബിയെ ചേർത്ത് പിടിച്ച് ജെയിംസ് നിൽക്കും. ഒത്തിരി നേരം അവനോട് പറയും, പപ്പയുടെ സ്വപ്നങ്ങൾ നിന്നെ ഏൽപ്പിച്ച ഇറങ്ങുന്നത്. ചേർത്ത് പിടിച്ചോണേ മക്കളെ. പക്ഷേ എന്നാത്തിനാടെ ഇങ്ങനെ തുരുതല വിളിക്കുന്നേ? ഞാൻ വണ്ടി ഓടിക്കുമല്ലേ. നീ എന്താ ലേറ്റ് ആയത്? സാധനം അവിടെ. അത് ശരി, ഇതെന്നാ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണോ? കളക്ട് ചെയ്യണ്ടേ? അല്ല, മച്ചൂനിപ്പോ ഇതില്ലാതെ പറ്റില്ലല്ലോ. എനിക്കത് വേണം. എൻട്രൻസ് എക്സാമിന്റെ സമയത്തേ തല പൊട്ടിപ്പോകുന്ന ടെൻഷനായിരുന്നു. നീ ഇത് തന്നതുകൊണ്ടാ ഞാൻ പിടിച്ചു നിന്നത്. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്കൊക്കെ എന്നാ പേടിയായിരുന്നു. എടാ, ഏതു മേഖലയിലും ടോപ്പായി നിൽക്കുന്ന പലരും ഇത് ഉപയോഗിക്കും. ടെൻഷൻ ഇല്ലാതാവാൻ, ബുദ്ധി കൂടാൻ, നല്ല വെടിച്ചില് പെർഫോമൻസിന്. നീ അധികം തന്നേ. തരാൻ അതിങ്ങ് തരാൻ. പുതിയ ഐറ്റമാ. ചുമ്മാ വെള്ളത്തിൽ കലക്കി കുടിച്ച നിറമില്ല, മണ്ണമില്ല, ഒരാളും പിടിക്കില്ല. പക്ഷേ ഗുണമോ ചുമ്മാ പറന്ന് നടക്കാം. നീ എന്നാടാ ഇറച്ചി കാട്ടി പട്ടിയെ കൊതിപ്പിക്കുന്ന പോലെ? മര്യാദക്ക് തരാൻ. മോനെ, ഗ്രാമിന് 10,000 കാശ് കൊടുക്കണം. എൻ്റെ ഒപ്പം വിദേശത്തല്ല, കൂലിപ്പണിക്കാരനാ. കാശ് ഞാൻ തരും. മുമ്പേ വലിച്ച് കയറ്റിയതിൻ്റെ ഒക്കെ പെൻഡിങ്ങാ. ആരെ കൊന്നിട്ടാണെങ്കിലും കാശ് ഞാൻ തരും. അതൊക്കെ ആ മൈൻഡിലേക്ക് നീ ആയിട്ടുണ്ടെങ്കിൽ നീ കാശ് തരും, അത് ഉറപ്പാ. വേഗം 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 എടുക്കടാ. അയ്യോ, മമ്മയാണോ? അതിന് നീ ഇങ്ങനെ ഞെട്ടുന്നത് എന്തിനാ? ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പെറ്റ തള്ളയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. നീ ഇവിടെ ഇരിക്കി, ഞാൻ നോക്കാം. ഇതാ പെങ്കച്ചാണല്ലോ, മെർലിൻ. തുറക്കണ്ട, അവള് പോയിക്കോളും. അങ്ങനല്ല, അവളിങ്ങനെ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് ചുമ്മാതല്ല. എന്നുവെച്ചാ നീ ചുമ്മാ പൊട്ടം കളിക്കല്ലേ. അവൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്കും അറിയാം. എടാ, ഞങ്ങൾ കുഞ്ഞുനാള് മുതലുള്ള ഫ്രണ്ട്സാ. എടാ, നമുക്ക് ഈ സാധനം തരുന്ന പ്രിൻസിന് കാശിനേക്കാൾ താല്പര്യമുള്ള വേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ശരിയാവില്ല. അവളെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം, അതിൻ്റെ പിക്ക് ഞാൻ എടുക്കും. അത് കാണിച്ച് കൊടുക്കാനുള്ള കാശിനൊരു സാവകാശം ഞാനുണ്ടാക്കും. അയാൾക്ക് ഇതൊക്കെ ഒരു ക്രൈസാ. നീ അവളെ അകത്തേക്ക് വിളിക്ക്, ചെല്ലടാ. എടാ, നീ ഒന്ന് ചെല്ലടാ. ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങായിരുന്നു. ഇതെന്താ ആകെ വല്ലാതിരിക്കുന്നേ? ആൻറ്റി ടൗണിൽ നിന്ന് വന്നില്ലേ? ഇന്നാ കുടിച്ചോ? എനിക്ക് വേണ്ടേ ബി. കുടിക്കി. വേണ്ടേ ബി. കുടിക്കാൻ. ഏയ്, കുടിക്കടി. എന്താ ഇത്? കുടിക്കാൻ. വിട്. എബി. കുടിക്കടി. ഏയ്, എബി, എന്താ ഇത്? കുടിക്കടി. എബി. കുടിക്കടി.
അയ്യോ. കൂട്ടുകാരനും കൊടുക്കടാ. സാറേ, സാറേ, എനിക്ക് വീട്ടിൽ പോകണം സാറേ. എൻ്റെ മമ്മ. സാറേ, ഇത്തിരി നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതം തുലക്കാൻ ഇറങ്ങുമ്പോൾ ഓർത്തില്ലടാ തന്തയും തള്ളയും വീടും ഒക്കെ. കഴിഞ്ഞ ദിവസം വരെ തോന്നുമ്പോൾ വീട്ടിൽ ചെല്ലാനും വീട്ടിൽ നിന്നിറങ്ങാനും സിനിമ കാണാനും ക്രിക്കറ്റ് കളിക്കാനും മനസ്സിനിഷ്ടമുള്ള എല്ലാത്തിനും നിനക്കാരുടെയും അനുവാദം വേണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം നീ ഇല്ലാതാക്കി. ഇനി അങ്ങോട്ടും നിനക്ക് ആ സ്വാതന്ത്ര്യമില്ല. പിന്നെ അകത്ത് കിടക്കേണ്ട വർഷങ്ങളുടെ എണ്ണം കുറക്കണം. എന്നോട് സഹകരിച്ചാൽ അറിയാവുന്നതല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ. നീയൊക്കെ എന്നു മുതൽ ഈ പണി തുടങ്ങി? ഇതെവിടെ നിന്ന് കിട്ടുന്നു? നീയൊക്കെ ആർക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്നു? ഇത് മേടിക്കാനുള്ള കാശിന് വേണ്ടി എത്ര മോഷണവും പിടിച്ചു പറയും നടത്തി? എല്ലാം തെളിവ് സഹിതമുണ്ട്. അതെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ. പറയാത്ത കാര്യവും ഉണ്ടല്ലോടാ. കഴിഞ്ഞ ഡിസംബർ 24 ഒരു ആക്സിഡന്റ് ഉണ്ടായി. രാജ്യമറിയുന്നൊരു അത്ലറ്റിനെ ഇടിച്ച് പപ്പടമാക്കിയിട്ട് വണ്ടി നിർത്താതെ കടന്നു കളഞ്ഞു. ആ വണ്ടി ഓടിച്ചിരുന്നതാരാ? അതിനുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. നിന്നെ ഞങ്ങൾ പൊക്കിയ വിവരമറിഞ്ഞ് വിദേശത്ത് നിന്ന് നിന്റെ അപ്പം വന്നിട്ടുണ്ട് നിന്നൊന്ന് കാണാൻ. കരഞ്ഞ് കാല് പിടിക്കുക സകല രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും. പക്ഷേ അവർ നിന്നെ കാണില്ല, നീ അവരെയും. എല്ലാം പറഞ്ഞാൽ ഞാൻ സഹായിക്കും. ഞാനാ സാറേ വണ്ടി ഓടിച്ചത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഒരു DJ പാർട്ടി കഴിഞ്ഞ് വന്നതാ. DJ പാർട്ടിക്കല്ല, ലഹരി പാർട്ടിക്ക്. ഒരു ചോദ്യം കൂടി. മെർലിൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? എനിക്കറിയില്ല. അറിയില്ല സാറേ. നായിന്റെ മോനെ. വേണ്ട സാറേ, ഞാൻ പറയാം. സ്റ്റഫ് അടിച്ചതിൻ്റെ ഒരു എനർജിയിൽ. എന്ത്? അല്ല, ഈ മരുന്നടിച്ചതിൻ്റെ ലഹരിയിൽ ഇവനാ പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തു. നീ അത് മൊബൈലിൽ പകർത്തി. ഞാനത് ഷൂട്ട് ചെയ്തു. പക്ഷേ അതെങ്ങനെ ലീക്കായെന്ന് എനിക്കറിയില്ല സാറേ. ലീക്കായതല്ല, നീ അത് നല്ല വിലക്കങ്ങ് വിറ്റു. ഇവന്റെ ആ ചതി നീ അറിഞ്ഞില്ലല്ലേ? ഇപ്പൊ മനസ്സിലായോ അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന്? സാർ, അല്ല സാർ, അത് ഓക്കെ സാർ, ഞാൻ ഡീൽ ചെയ്യാം. നിന്നെ ഏതോ മുഴുത്തവൻ കനിഞ്ഞിട്ടുണ്ട് നിന്നെ കാണാൻ സമ്മതിക്കണമെന്ന്. സദേവാ, പക്ഷേ കാണണോ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിക്കും. ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. സാറേ, എൻ്റെ പപ്പയും അമ്മയും ഞാനൊന്ന് കണ്ടോട്ടെ.
അകത്തേക്ക് പോടാ. സാറേ, എൻ്റെ മോൻ എവിടെ സാറേ? അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞോ ആരെങ്കിലും? കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ കാണാത്ത ഉദ്യോഗസ്ഥരില്ല, നേതാക്കന്മാരില്ല. മക്കളെ ശ്രദ്ധിച്ചു വളർത്തിയില്ലെങ്കിൽ നിയമം പാലിക്കുന്നവരുടെ കാല് നക്കേണ്ടി വരും, എത്ര ഉന്നതനായാലും. അവനെ ഒന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക്. കോടതിയിൽ പ്രസന്റ് ചെയ്യും, അന്നേരം കണ്ടാ മതി. സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആകെയുള്ള ഒരുത്തനാ സാറേ, വഴിതെറ്റിപ്പോയി. എന്നാലും ഞങ്ങൾക്ക് കൈവിട്ട് കളയാൻ പറ്റോ? വളർത്തി വലുതാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കും മക്കളുണ്ടാക്കി വെക്കുന്ന ഓരോ ഗതികേട്. ഒരു 5 മിനിറ്റ് അത് ഞാൻ തരാം. മക്കളെ, പിന്നെ പപ്പ എന്താടാ മക്കളെ ഇതൊക്കെ? നിനക്ക് എന്ത് കുറവാണ് ഞങ്ങൾ വരുത്തിയത്? എല്ലാവരുടെ ജീവിതം നീ തകർത്തു. എന്തിനാടാ നീ ഞങ്ങളെ ചതിച്ചത്? എനിക്കറിയില്ല മമ്മ, എനിക്ക് എന്താ പറ്റിയെന്ന്. എന്നെ ഒന്ന് രക്ഷിക്ക് പപ്പ. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഇവിടെ ഒന്ന് രക്ഷിക്കും പപ്പ. മതി മതി മതി. ഒന്നല്ല, ഒരുപാടുണ്ട് കേസുകൾ, ഒരായുഷ്കാല ജീവപര്യന്തത്തിനുള്ളത്. നമുക്കുള്ളതെല്ലാം കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ ആരുടെ കാല് നക്കിയിട്ടാണെങ്കിലും നമ്മൾ അവനെ രക്ഷിക്കും. അയ്യോ ജെയിംസേ, 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 ആ വീഴ്ചയിൽ നിന്ന്
ജെയിംസ് എഴുന്നേറ്റില്ല. എല്ലാ സങ്കടങ്ങളും എനിക്ക് തന്നിട്ട് ജെയിംസ് പോയി. ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം കേസിന് വേണ്ടി പോയി. അവന് ശിക്ഷ കിട്ടി. നെഞ്ചു തകരുന്ന വേദനയിലും മെർലിന്റെ മുഖം ഓർമ്മ വരുമ്പോ ഞാൻ ആശ്വസിക്കും. അവളുടെ അമ്മയേക്കാൾ വലിയ വേദനയൊന്നും എനിക്കില്ലല്ലോ. അവന് പറ്റിയ തെറ്റുകളെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മതി എനിക്ക്. ഇല്ലെങ്കിൽ ഒരമ്മയും അപ്പനും എന്ന നിലയിൽ ഞാനും ജെയിംസും തോറ്റുപോയേനെ. എടാ, നിന്റെ വിസിറ്റർ വന്നിട്ടുണ്ട്. നിനക്കെന്നെ മനസ്സിലായോ? നിന്റെ മമ്മയെ കണ്ടിരുന്നു ഒരു ചാനൽ പ്രോഗ്രാമിൽ. എന്നെ ഒന്ന് കാണണമെന്ന് പലവട്ടം നീ ആവശ്യപ്പെട്ടെന്ന് മമ്മ പറഞ്ഞു. എന്തിനാടാ? മാപ്പ് പറയാനാ? മാപ്പ് പറഞ്ഞതുകൊണ്ട് സാറിന് പോയതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. ഓ, അപ്പോൾ നിനക്ക് തിരിച്ചറിവായി. കാണണമെന്ന് പറഞ്ഞത് സാറിന്റെ കൈകളൊന്ന് ചേർത്ത് പിടിക്കാനാ. എന്നെങ്കിലും പുറത്തു വന്നാൽ ഈ കച്ചസിന് പകരം താങ്ങായി ഞാനുണ്ടാവുമെന്ന് പറയാനാ. നിന്നോട് പൊറുക്കാനാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റുകളുടെ വഴിയിൽ നിന്ന് നീ തിരിച്ചു കയറി തുടങ്ങിയിരിക്കുന്നു ശരിയിലേക്ക്. അതു മതി, കാണാം. ഇബിൻ, നിനക്കെന്നോട് ഒന്നും പറയാനില്ലേ? മരിച്ചവർക്ക് ഒരു ലോകമുണ്ടെങ്കിൽ ഞാനും അവിടെ എത്തുമ്പോൾ നിന്നെ തിരയുമായിരുന്നു. കണ്ടെത്തുമ്പോൾ ചോദിക്കുമായിരുന്നത് ഇപ്പോഴും ചോദിക്കുന്നു. നീ സ്വയം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയ എന്നെ ഒറ്റ കൊടുക്കാഞ്ഞതെന്തേ? അപ്പോൾ പറയുമായിരുന്നു ഉത്തരം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിന്നെ എനിക്കിഷ്ടമായിരുന്നു, അത്രയ്ക്ക്. സാരമില്ലടാ, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. തെറ്റിന്റെ വാതിൽ കടക്കുന്നതിന് മുൻപ് 1000 വട്ടം ആലോചിക്കണം. ജന്മം നൽകിയവരെക്കുറിച്ച്, കൂടപ്പിറപ്പുകളെക്കുറിച്ച്, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും. കാരണം
ശരിയിലേക്ക് തിരിച്ചിറങ്ങുന്നത് കഠിനമാണ്. തിരിച്ചു വരാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പലതും അതിനിടയിൽ ഇല്ലാതായിട്ടുണ്ടാകും. തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം. അതുകൊണ്ട് നീ ലോകത്തോട് വിളിച്ചു പറയണം, ലഹരിയാവേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമാവണം, നമ്മുടെ നേട്ടങ്ങളാവണം, നമ്മുടെ നല്ല ജീവിതമാകണം. അറിഞ്ഞോ അറിയാതെയോ കാലൂന്നിയാൽ വലിച്ചു താഴ്ത്തുന്ന ഒരു ചതുപ്പ് പോലെയാണ് ലഹരി. ആ ചതുപ്പിലേക്ക് നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, ഉറ്റവരെ ആകർഷിക്കാൻ പ്രലോഭനങ്ങളുടെ, ഭീഷണികളുടെ ചൂണ്ടുപലകകളായി നിൽക്കുന്നവരെ ചെറുക്കാൻ ഇമജിന്മാതെ കാത്തിരിക്കേണ്ട കാലമാണിത്. കരുതിയിരിക്കുക.